അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ മാതിരി നമ്മൾ ഇന്നും വന്നിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുണ്ടോ നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ചങ്ങാഴ്ചക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കേണ്ടി കേട്ടോ. കാരണം നമ്മളെ വീഡിയോ പറ്റിക്കണമെങ്കിൽ അയച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നിർബന്ധിച്ചില്ല. അപ്പോൾ നമ്മളിന്ന് ചായക്ക് കടി നമുക്ക് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇപ്പോൾ ഓട്ടട ചുട്ടിട്ട്. ഇന്നാളെ ഒരു ദിവസം ചുട്ടുകാണ്ട് അത് നന്നായില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ചീയപ്പാക്കി മാറ്റി. പിന്നെന്താണെന്നറിയോ, ഓട്ടടക്ക് അരച്ച് കഴിഞ്ഞാൽ പിന്നെ ചീയപ്പം ചുട്ടാൽ അത് നന്നാവില്ല. അതിനോട് തന്നെയാണ് കുടുങ്ങും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് എന്നും ഇപ്പോൾ ഒരു പായപ്പേവാണ്, എന്നും തെറ്റിക്കൊണ്ടാണ്. അതേമാതിരി എന്നും ശരിയാകാത്തൊരു മട്ടാണ് ഇപ്പോൾ. ഇന്നിപ്പോൾ എങ്ങനെ ആവും എന്നൊക്കെ നമുക്ക് നോക്കാം. ഏതായാലും അരിയും കുറച്ച് ചോറും തേങ്ങയും ഒക്കെ ഇട്ട് കണ്ട് അരച്ചിക്കണേ. പിന്നെ കുറച്ച് ഇളം ചൂടില്ല വെള്ളവും പാർന്ന് കൊടുത്തിക്കണേ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് നല്ലോണം ലൂസാകാനും പറ്റില്ല, എന്നാൽ നല്ലോണം ടൈറ്റാകാനും പറ്റില്ല. അങ്ങനത്തെ ഒക്കെ ഓരോരു രീതിക്കാണ് ഇപ്പോൾ നമ്മൾ ഈ മാവ് മാണ്ടിയത്. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഒക്കെ ഒന്നിങ്ങനെ പാളലാണ്. അപ്പം ഇനിയിപ്പോൾ ഇതും പാളും അല്ലേന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പൂടിയാടില്ലല്ലോ. ഏതായാലും നമുക്ക് ചുട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ പാകത്തിനൊക്കെ പാർന്നിക്കണേ. ഇനി നമുക്ക് തിരിച്ച് കത്തിച്ചണം. അപ്പോൾ ഇതിന് നമുക്ക് ചായൻ്റെ വെള്ളം ഉണ്ടല്ലോ തിളച്ചിക്കണേ, അതിക്ക് പഞ്ചാരയും പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പഞ്ചാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ചെറിയ സ്പൂണായതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ഇങ്ങനെ പഞ്ചാര ഉള്ളത്. അപ്പോൾ നിങ്ങൾ കരുതണ്ട പഞ്ചാര കൂടുമോ എന്നൊക്കെ. പിന്നെ ഇപ്പം നിങ്ങളിങ്ങനെ കാണണം വീഡിയോയിൽ ആ ചുമരിൻ്റെ ആ മേലെ കണ്ടില്ല ഒരു കറുപ്പ്. അതെന്താ വെച്ചാൽ നമ്മൾ ഈ എണ്ണയും ഒക്കെ അങ്ങനെ തട്ടി ഇങ്ങോട്ട് ആയതാട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വൃത്തിയോടൊക്കെ തോന്നുന്നുണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് പെയിൻ്റൊക്കെ അടിച്ചണം നമുക്ക്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കുറച്ച് നമുക്ക് കായ്ക്ക് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ പിന്നെ എന്താണെന്നറിയോ, മക്കളൊക്കെ വലിയതായിട്ട് പെയിൻ്റ് അടിച്ചാന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളെ മൂപ്പരാക്കാം. എന്താ വെച്ചാൽ മക്കളിങ്ങനെ ചോരുമ്പോൾ വരച്ചിട്ട് അപ്പോൾ ഞാനൊക്കെ ഒന്ന് വലിയതായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ പറഞ്ഞു. പിന്നെ ഇപ്പോൾ പെയിൻ്റ് അടിച്ചാൽ മാത്രം പോരല്ലോ, വീരാൻകുട്ടിയും കൂടി മാണ്ടേ കജ്ജിൽ. അതില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തത്. പിന്നെ കിട്ടാത്ത മുന്തിരി പുളിച്ചും പറഞ്ഞ മാതിരി അതാണ് പറഞ്ഞാൽ പിന്നെ നമ്മളൊന്നും പറയില്ലല്ലോ, അത് എഴുതിയിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ജാതിയൊക്കെ ഉണ്ട്. കാരണം വീഡിയോയിലൊക്കെ ഈ അടുക്കളൻ്റെ ചുമരും ഒക്കെ ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. എത്തപ്പോൾ കാട്ടുന്നത് നമുക്ക് അടിച്ചണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി നമുക്ക് ഓട്ടട ചൂടല്ലേ. അപ്പം അങ്ങനെ ഇതാക്കണേ. നമ്മൾ വെണ്ണൂറൊക്കെ വാരി പിന്നെ വിറകൊക്കെ വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിച്ചപ്പോൾ നേരത്തെ വീരാൻകുട്ടി വേണം പറഞ്ഞിരുന്നില്ല. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? പൈസ വേണം നാട്ടോ തന്നെയാളെ പറഞ്ഞത്. നമ്മളവിടെ ഇങ്ങനത്തെ ഓരോ ഭാഷകളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വീരാൻകുട്ടിയിലെ പേരില്ല ആൾക്കാരൊന്നും നമ്മളെ തെറ്റിദ്ധരിച്ചരുതേ. കാരണം ഞങ്ങളിവിടെ അങ്ങനെ പറയലുണ്ട്. അത് ഞാനങ്ങനെ വീഡിയോയിൽ പറഞ്ഞു തന്നോളൂ. ഇനിയിപ്പോൾ അങ്ങനെ പേരില്ലോലൊന്നും അങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞു വരരുത്. ഇന്നതാക്കുന്നത് നമ്മൾ ഓലക്കൊടി വെച്ചു. ഇനി നമുക്ക് ഒരു കടലാസ് കത്തിച്ചിട്ട് പിന്നെ തിരിച്ച് കത്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓലക്കൊടി ഉണ്ടല്ലോ, ഓലക്കൊടി ഇമ്മനും കത്തിപ്പിടിച്ചാൽ പിന്നെ വിറക് കത്താൻ നല്ല സുഖം. പിന്നെ ചുള്ളിക്കുമ്പോളും ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. പിന്നെ ഓട്ടട ചൂടണമെങ്കിൽ ചട്ടി നല്ലോണം ചൂടാണെന്നെങ്കിലേ അപ്പം നന്നാവുള്ളൂ കേട്ടോ. ഓട്ടട നന്നാവുള്ളൂ, അപ്പമല്ല ഓട്ടട നന്നാവുള്ളൂ. അങ്ങനെ തിരിച്ചൊക്കെ കത്തിക്കണേ. നമ്മളെ ചട്ടി ഞാൻ വെച്ചെടുത്തിക്കണേ. ഇനി നല്ലോണം ഒന്ന് ചൂടായിക്കണം കേട്ടോ. ചട്ടി കണ്ടാൽ തന്നെ ആരെങ്കിലും ചൂടായിക്കണമെന്നുള്ളത്. അപ്പം ഇനി നമുക്കൊന്ന് പാർന്ന് നോക്കട്ടോ. അപ്പം ബിസ്മിന്നൊക്കെ പറഞ്ഞ് പാർന്നിക്കണം. ഇപ്പം 2 ദിവസമായിട്ട് അടുപ്പിച്ച് നമുക്ക് എന്നൊരു പാളലാണ്. എന്തുണ്ടാക്കിയാലും നന്നാണില്ല. ഇതിപ്പോൾ നമുക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിന് നന്നാവുന്നില്ല. കാരണം മാവ് കണ്ടാൽ നമുക്കറിയാലോ നന്നാവുന്നില്ലത്. അപ്പോൾ നമ്മളെ തിരിച്ചൊക്കെ കത്തിച്ച് മൂടി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഓട്ടട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. അപ്പോൾ തിരിച്ച് നല്ലോണം ഏറാനും പറ്റൂല, ഇന്ന പറ്റ കുറയാനും പറ്റൂല എന്നല്ലേ. അങ്ങനെയൊക്കെ ഓരോ മട്ടാണ് ഇയാളെ. അങ്ങനെ ആകുമ്പോൾ വല്ലാത്തൊരു വലിയ ഇടങ്ങേറാണ്. തിരിച്ച് നല്ലോണം കൂടിയാൽ നമ്മളെ ഓട്ടടൻ്റെ അടിയാണ് കരിയും. എന്നാൽ തിരിച്ച് കത്തിയിട്ടില്ലെങ്കിലോ പിന്നെ ഓട്ടട ചുറ്റുഭാഗം ഒരു വെളുത്ത് കൊണ്ടേക്കാരം വേഗാത്ത മാതിരി. നടുക്കോ
ഓട്ടോട്ടി ഉണ്ടായിക്കൊണ്ട് അങ്ങനെയൊക്കെ ഒരു മട്ടാണ് ചില നേരത്ത്. ഇന്നിപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. തിരിച്ചൊക്കെ ഒരു പാകത്തിനൊക്കെ ഇങ്ങനെ കത്തിച്ചും ഇതാക്കിയൊക്കെ നിന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ കുട്ടികൾക്കൊക്കെ എന്താ ചായ കൊടുക്കണം. അപ്പം ഇന്ന് മദ്രസ ഇല്ലല്ലോ, വെള്ളിയാഴ്ച അല്ലേ, അപ്പം സ്കൂൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു ഗ്ലാസ് പാട്ടിയിൽ കുറച്ച് ക്ലാസ്സിലല്ല പാട്ടിയിൽ കുറച്ച് ചായ കൊണ്ടു വെച്ചിരിക്കണം കേട്ടോ നമുക്ക് കുടിച്ചാൻ. അതങ്ങോട്ട് കുടിച്ച് ചേലായതുകൊണ്ട് ഇപ്പോൾ കിട്ടാഞ്ഞാണ്ടല്ലോ പള്ളൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വായ്പെടുക്കലാണ്. ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ പിന്നെ എപ്പോൾ കുടിച്ചാലും വേണ്ടില്ല, അങ്ങനെ ഒരു മട്ടാണ്. കട്ടൻ ചായ പള്ളിയിലെത്തണം, എന്നാലേ ആ വായ്പ് ഇങ്ങനെ ഒരു മാറുള്ളൂ പള്ളൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ നമ്മൾ കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് കേട്ടോ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ 2-3 ഉള്ളി ഞാൻ കൊടന്ന് വെച്ചിരിക്കണം കേട്ടോ. അത് മതി. നമ്മളെ ഓട്ടട ആകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉള്ളി കൂട്ടാൻ. അവർ മുട്ടൊക്കെ കുത്തിപ്പാർന്ന് കണ്ട് ഉണ്ടാക്കിയാൽ മക്കൾക്ക് വല്ലാത്ത തെറുപ്പതിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഉള്ളി കൂട്ടാൻ തന്നെ ആയിക്കോട്ടെ ഇത്. പിന്നെ കേങ്ങ് ചാറക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കേങ്ങൊന്നും ഇപ്പോൾ ചാറ് വെക്കാനാവില്ല എഴുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അതിന് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ 3 ഉള്ളി എടുത്തുക്കണ്. ഇനി അത് നമുക്ക് തോല് പൊളിച്ചാൽ. അപ്പം ഇവിടെ നിന്ന് തന്നെ അങ്ങനെ തോല് പൊളിച്ചിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഓട്ടയുടെ ചൂടും ജജ്ജ, പിന്നെ ഉള്ളി തോല് പൊളിച്ചും ജജ്ജ, അങ്ങനെയാണ്. അപ്പം അപ്പം ചുടൽ കഴിഞ്ഞ് നിന്നാൽ പിന്നെ ഈ ഉള്ളി അരിയിൽ അവിടെ നിൽക്കും. അപ്പോൾ പിന്നെ രണ്ടും പാടെ ഒപ്പമാകുമ്പോൾ രണ്ടും നടക്കുമല്ലോ. അപ്പം ചുടലും നടക്കും, നമ്മളെ ഉള്ളി ഇതാക്കലും നടക്കും. അങ്ങനെ ഉള്ളി തോലൊളിച്ച് നിൽക്കണതിൻ്റെ അടിയിലിതാ നമ്മൾ ഓട്ടട കണ്ടില്ലേ, അൽഹംദുലില്ലാ നല്ല അടിപൊളിയായി സൂപ്പറായി വന്നിക്കണില്ലേ. ഇന്നിപ്പോൾ നല്ല നടുക്കൊക്കെ ഒരു പൊന്തലൊക്കെ വന്നിക്കണം ഇപ്പം. അതുകൊണ്ട് ഇപ്പം ഇനി നമുക്ക് ഉറപ്പായിട്ടോ നമ്മൾ ഓട്ടട ഇനി നന്നാവുന്നില്ലത്. അപ്പം അങ്ങനെ രണ്ടാമത്തോ ഞാൻ അങ്ങനെ പാർന്ന് എടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഇമ്മ അങ്ങനെ പറയും ആദ്യം പൊന്തിച്ച് പാരണം, എന്നിട്ട് അങ്ങോട്ട് താത്തി കൊടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഓട്ടട ചുടൽ കേട്ടോ. താത്തി പാർന്നാൽ പൊള്ളക്കൂലാറി. അതുകൊണ്ടാണിപ്പം നമ്മളെ ഓട്ടടയൊക്കെ നന്നായത്. പിന്നെ ഞാൻ ഉള്ളി കൂട്ടാൻ ഉണ്ടാക്കുന്നത് അടുപ്പത്തേനാണ് കേട്ടോ. നമ്മൾ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഉള്ളി ആദ്യം കടുകിട്ട് പിന്നെ വല്ലുള്ളി ഇട്ട് വാടിയതിന് ശേഷം നമ്മൾ എന്താട്ടി ഒരു മുട്ടിമ്പാടെ കുത്തിപ്പാർന്നിക്കണം കേട്ടോ. ഇനി അതൊന്ന് നല്ലോണം ഇളക്കിയിട്ട് ചിക്കി പൊരിച്ചൂലേ അതേമാതിരി ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണൻ്റെ കുറവുണ്ടോണ്ട് അതാണ് ഇപ്പോൾ ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് കൊണ്ട് നിൽക്കുന്നത്. ഏതായാലും ഇളക്കി ഏതായാലും അത് ശരിയാക്കി എടുത്തുക്കണം കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മളെ മുട്ടയും ഉള്ളി കൂട്ടാനും അതിക്ക് പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അതാ തക്കാളി ഇടാൻ മറന്ന്, ഇപ്പോഴാണ് ഓർമ്മ. തക്കാളി ഇടാൻ മറന്നിക്കണം ഇനിയാളെ. ആ എഴുതിക്കാണ്ടുണ്ടല്ലോ ഒരു കുഴപ്പമില്ല ഇനി കേട്ടോ ഉള്ളി കൂട്ടാൻ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴാണ് നമ്മൾ തക്കാളി ഇടാത്ത ഓർമ്മ. ഇതുവരെ നമുക്ക് ഓർമ്മയില്ല. ഇനി ഇപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കണ്ടപ്പോഴാണ് റബ്ബേ തക്കാളി ഇടലുണ്ടല്ലോ, എന്തിപ്പോൾ ഇന്നിപ്പോൾ മറന്നു എന്ന് ഇപ്പോഴാണ് ഓർമ്മയത് കേട്ടോ. ഏതായാലും നമ്മളങ്ങനെ കുട്ടികൾക്കൊക്കെ ചായ കൊടുത്തിക്കണ്. പിന്നെ ഓർക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ ഞാൻ കറുത്തച്ചാർ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ കറുത്തച്ചാർ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണേളെ. അതിൻ്റെ വീഡിയോ ഞാൻ ഇടണ്ട് കേട്ടോ ഇൻഷാ അല്ലാ. അപ്പം മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് കറുത്തച്ചാർ മതിയായിരുന്നു. അപ്പോൾ രണ്ടാക്കും ഞാൻ കറുത്തച്ചാറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾക്ക് കൊണ്ടു ചെന്നിട്ട് കുട്ടികളിങ്ങനെ ചോദിച്ചാണല്ലോ ആരെടുത്ത അച്ചാർ മണക്കണേന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അറിയുന്നുണ്ട്. അപ്പം കുട്ടികളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയമ്മ നല്ല രസമുണ്ട് അറിഞ്ഞിക്കണേ കാരണം. അപ്പം ഇന്ന് കുറച്ച് തോന ഇടേണ്ടി ആണ്. അപ്പം ഇന്ന് കുറച്ച് തോന ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇന്നലെ കൊണ്ടുപോയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇന്നും വേണം പറഞ്ഞപ്പോഴേ അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ സാനു പോയി. പിന്നെ ഓൻ്റെ തുണക്കാരത്തിയാണ് മിയ, നമ്മളെ അയലൊക്കത്തിൻ്റെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഓല് പോയി. നമ്മളെ മൂത്തച്ഛൻ്റെ കുട്ടിയുണ്ട്, അതിന് ഓൻ്റെ താഴത്തുനിന്ന് കയറും. അങ്ങനെ ബസ്സിൽ അങ്ങനെ ഓല് പോയി. പിന്നെ അത് കഴിഞ്ഞ് മിന്നുട്ടിൻ്റെ മുടിയൊക്കെ വാർന്നെടുത്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിന്നുട്ടിനെ മാറ്റിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഓള് മാറ്റിക്കാണ്ട് വേഗം കൊണ്ട് ഓളിപ്പോൾ പോണ പേരുണ്ടല്ലോ അവിടേക്കാണ് പോകും. അവിടെ 2 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഓലിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഓല് പോവുകയാണ് ഇന്ന്. അപ്പോൾ ഓല ഇന്നും കൂടി കാണാനല്ലേ പറ്റും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. അങ്ങനെ കുട്ടികളൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ നേരം പൊളിക്കുമ്പോൾ കാച്ചി വെച്ച ചായയല്ലേ ചൂടാറിയിക്കണേ. അപ്പം ഇനി അതൊന്ന് ചൂടാക്കണം. പിന്നെ ഇതാക്കണം നമ്മൾ ഓട്ടട ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടില്ല ഓട്ടട. പിന്നെ മക്കളൊക്കെ ചായ അടിച്ചിക്കണം കേട്ടോ. ഇനി ഞാൻ തന്നെ ഉള്ളൂ.
അപ്പോൾ 2 ഓട്ടട എടുത്തുക്കണ്, കുറച്ച് ഉള്ളിക്കൂട്ടാനും എടുത്തുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളിക്കൂട്ടാനും പിന്നെ നമ്മളെ ചായയും ചൂടായിക്കണേ അതും പാർന്ന് നമുക്ക് ഇനി ചായ കുടിച്ചാൽ. അപ്പോൾ തക്കാളി ഇട്ടിട്ടില്ല എഴുതിക്കാണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോഴത്തേന് നമ്മളെ തങ്കപ്പൂച്ചൻ്റെ കുട്ടികളുണ്ടല്ലോ ഒരോളിച്ച് കുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കണ്ടം ഓട്ടടയും പിന്നെ കുറച്ച് ഉള്ളിക്കൂട്ടാനും പാടാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തിന്നോട്ടെ എഴുതിക്കാണ്ട്. അപ്പം അങ്ങനെ നൊരൊളിച്ച. അപ്പോൾ നമുക്കൊരു പൊറുതിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചായ കുടിച്ചിട്ട് നമുക്കൊരു നിൽക്കപ്പൊറുതി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു കണ്ടം കൊടുത്തുകാണ്ട് തിന്നാണെങ്കിൽ തിന്നോട്ടെ എഴുതി. പിന്നെ ഞാൻ കജ്ജൊക്കെ ഒന്ന് കേക്കിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചായ അടിച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഓട്ടട നല്ല അടിപൊളിയായി കിട്ടിക്കണേ, സൂപ്പറായിട്ട് കിട്ടിക്കണേ. എന്തിയാവോ ഇന്നത്തെ വീഡിയോയിൽ ഏതായാലും പാളിപ്പോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്താട്ടി ഇന്ന് സേവന വാരത്തിന് ഇറങ്ങിയിരിക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മളിന്ന് മാറാലൊക്കെ ഒന്ന് തട്ടണം, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിന്ന് മാറാല തട്ടി ഫാനുമേലൊക്കെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് തട്ടി തുടച്ചു. പിന്നെ ഒരു ഫാനുമ്പത്തെ നമ്മളെ സനു തുടച്ച് കണ്ടാണ് കേട്ടോ സ്കൂൾക്ക് പോയിക്കുന്നത്. അതുകൊണ്ട് ഒരു ഫാൻ നമുക്ക് തുറക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഞാൻ എന്താട്ടി മാറാലൊക്കെ തട്ടി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ്റിനൊക്കെ ചോറ്റിന് ഞാൻ തിരിച്ചെത്തിച്ചിന് കേട്ടോ. പിന്നെ അതിൽ വന്നപ്പോത്തിന് നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം തിരിച്ചാണ് കത്തിച്ചിട്ടാണ് പോകും. എന്നിട്ട് പിന്നെ ഓരോ പണിയെടുക്കുകയാണ്. പിന്നെ ആ പണിയാണ് കഴിഞ്ഞ് വരുമ്പോഴത്തിന് കണ്ട് തിളച്ചും ചെയ്തോളും. പിന്നെ വന്ന് നോക്കുമ്പോൾ പിന്നെ നമ്മൾ പാത്രം മോറാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ കയലാറ്റുണ്ട്, അതൊന്ന് മോറണം, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ മോറി. അപ്പോൾ കൈലാറ്റൊക്കെ ഞാനെടുത്ത് മോറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് വെയിലത്തേക്ക് വെക്കാം. അങ്ങനെ അത് ഞാനൊന്ന് വെയിലത്തേക്ക് വെച്ചിക്കണം. പിന്നെ കുറച്ച് പാത്രം അതിൻ്റെ മൂടിയൊക്കെ ഉണ്ടായിന്, അതൊക്കെ ഒന്ന് മോറി വെച്ചിക്കണ്. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളെ ചോറ് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ചോറാണ്ട് ഊറ്റിയെടുക്കാം. അപ്പം അങ്ങനെ ചോറായി. ഇനിയിപ്പോൾ കൂട്ടാൻ എന്താണെന്ന് ആലോചിച്ച് നിന്നു. അപ്പോൾ നമ്മളെന്താട്ടി കുറച്ച് കോഴി കൊണ്ട് വെച്ചിന് കേട്ടോ. അപ്പം ഞാൻ അത് വെക്കും ജഡ്ജ. പിന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ എന്നും ഉണ്ട് ഇങ്ങനെ തുടക്കണം എന്നിങ്ങനെ കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടിയിട്ടില്ല ഇനി. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഞാൻ അതും കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഉരച്ച് കേക്ക് തുടച്ചെടുത്തുക്കണം കേട്ടോ. പിന്നെ ചോറ് അങ്ങനെ ഊറ്റുന്നുണ്ട്. അപ്പോൾ ഇതാക്കണം കേട്ടോ കോഴി. അപ്പം ഇനി നമുക്ക് ഒരു ചട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ നേരം കുറേ ആയിക്കണ്. അപ്പം ഇനി ചാറ് വെക്കണം. ഇനി വേറൊരു ചാറൊന്നുമില്ല. ഇന്ന് ഈ ഒരു കോഴി കൊണ്ടൊരു വെള്ളം ഉണ്ടാക്കും. ഇന്ന് അതന്നെ, ഒരു ഉപ്പേരിയോ കപ്പേരിയോ ഒന്നുമില്ല. ഇതിനോണ്ടൊരു വെള്ളം ഉണ്ടാക്കിയിട്ട് അത് നാമച്ച് കണ്ട് അങ്ങനെ തിന്നാം. ഇന്നിപ്പോൾ അതന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരം കുറേ ആയിക്കണ്. സേവന വാരത്തുമ്പോൾ നിന്നാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നേരം പോണതുകൊണ്ട് അറിയില്ല. എന്നാൽ ഏതൊരു പണി എടുത്തതായിട്ടോ തോന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനിതാക്കണേ കുറച്ച് കരിവേപ്പും കുറച്ച് തക്കാളിയും, കുറച്ചൊന്നുമില്ല, ഒരു തക്കാളി, ഒരു സവാള, പിന്നെ ഒരു കണ്ട ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒക്കെ പാടെ കൂട്ടി കാണുന്നുണ്ടല്ലോ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് അരച്ചെടുത്തേക്കണ്. എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം. ഇടയ്ക്ക് വെളിച്ചെണ്ണ അരന്ന് കൊടുക്കാം. ഇനി അത് നല്ലോണം ഒന്ന് ചൂടായിക്കണം കേട്ടോ. അപ്പോൾ എന്തോ നല്ലോണം ചൂടായതാണ് നമ്മളൊന്നായിട്ട് ഇങ്ങോട്ട് പൂത്തിരത്തും പോലെ അങ്ങനെ ഇതായിക്കണം. അങ്ങനെ അത് നല്ലോണം വാടിയിട്ട് നമുക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും പിന്നെ പെരിഞ്ചീരകം ഞാൻ അതിലിട്ട് അരച്ചിക്കാണ് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം കൂടി പാർന്നിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചാറും കൂട്ടാനും ഒക്കെ ഇതാണ് ഈ ഒരു കോയിൻ്റെ ഒരു വെള്ളം, അതും കൂട്ടി നമുക്ക് ഇന്നിങ്ങനെ നാമച്ച് ചോറ് വെച്ചാൽ എന്നുണ്ടല്ലോ ഉപ്പേരിയൊക്കെ കൂട്ടി തിന്നണേ. ഇന്നിപ്പോൾ അങ്ങനെ പോട്ടെ. അപ്പം അങ്ങനെ നമ്മൾ കോഴിയൊക്കെ കേയത് ഒക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതവിടെ കടന്ന് തിളക്കട്ടെ. അപ്പം അങ്ങനെ നമുക്കൊന്ന് മൂടിച്ചേക്കാം. എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള കോഴിച്ചാറ് റെഡിയാക്കണം. ഇനി കുറച്ച് നമുക്ക് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതോടുകൂടി നമ്മളെ കോഴിച്ചാറ് സെറ്റായി. ഇനിയിപ്പം കോഴി മസാല എല്ലാം എഴുതിക്കാണ്ട് ചാറ് നന്നാകാതെക്കണ്ട, അങ്ങനെ അത് ഇട്ട് കൊടുത്തേക്കണ്. ഇനി കൂടെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി മൂടി വെക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്താൽ സെറ്റായി. ഇനിയിപ്പോൾ എത്താൻ വേണ്ടിയത്
ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമ്മളേക്ക് അങ്ങനെ ചാറൊക്കെ തിളച്ച് ഒന്ന് കുറുന്നാനൊക്കെ ആയി വന്നിക്കണേ. ഇന്നിപ്പോൾ നമ്മളിതൊക്കെ അരിപ്പൊടി ഒന്ന് കലക്കി പാരുന്നില്ല കേട്ടോ. ഇന്ന് ആവശ്യത്തിനില്ല കുറുന്നാനി ആയിക്കണേ. ഇനിയിപ്പോൾ അരിപ്പൊടി കലക്കി പറഞ്ഞാണ്ട് ഇനിയിപ്പോൾ ആ ചാറൊന്ന് കൊളാക്കാനാവില്ല. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ച് തിജാണ്ട് ഓഫാക്കാം. അങ്ങനെ ചാറ് റെഡിയായി. ഇനി നമുക്ക് കുളിച്ചാണ്ട് നിസ്കരിച്ചാനൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ ചോറ് നമ്മൾ വിളമ്പിക്കണം. പിന്നെ കറുവത്ത് അച്ചാറും ഇല്ലേ. പിന്നെ ഇപ്പം എത്താൻ വേണ്ടിയത് ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഇതന്നെ മതി. പിന്നെ നമ്മളെ കോഴി ചാറും ആക്കണേ, കറുവത്ത് അച്ചാറും ആയും ജമ്മ. ഇനി നമുക്ക് പാർന്ന് കൊടുക്കട്ടോ. നല്ല കുറുന്നനെ ആയിക്കണില്ലേ. അപ്പം ഇനി ഇങ്ങനെ അരച്ച് വെച്ചാൽ മതി, എന്നാൽ ചാറ് കുറുന്നനെ ആയിക്കും. അങ്ങനെ ഞാനിതാക്കണേ കോഴിക്കണ്ടോ കുറച്ച് ചാറൊക്കെ പാർന്നിക്കണേ. ഇനി നമുക്ക് വെച്ചാൽ ഇപ്പം എല്ലായിടത്തോടെയും പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ലിവറിൻ്റെ ഒരു കണ്ടം കൂടി എടുത്തുക്കണേ. അപ്പോൾ ചോറ് ഇങ്ങനെ വെച്ചാട്ടോ. നല്ല ചൂടും ഉണ്ട് ചാറേ, ആരാൻ്റെ മുതലോലുണ്ട്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടെ ഇൻഷാ അല്ലാഹ്.